സ്ട്രൈക്കർ കോച്ചിങ്ങിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 1-2 ദിവസം റിവിഷൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വൈകിയാലും നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് നടന്നോളാം. നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പഠനഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അറിയാം. എന്നാലും നിങ്ങളൊരു വട്ടമെങ്കിലും മുഴുവനായിട്ടും വായിച്ചു തീർക്കണം. ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിൻറ്റ്സുകൾ പഠിക്കണം. വീണ്ടും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉറപ്പിക്കണം, ഒന്ന് റിവിഷൻ ചെയ്തിട്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട പണിയാണ്. നമ്മളെ ക്ലാസ്സുകൾ ആദ്യം തൊട്ട് കാണുന്ന LGS പരീക്ഷയ്ക്ക് എന്നെ ഈ ഒരു ക്ലാസ്സുമായിട്ട്, ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് സഹകരിച്ച് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഒരുപാട് നല്ല പ്രതീക്ഷയുള്ള, നിങ്ങളെ പലരുടെയും പേര് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവരെയും പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ, കമൻറ്റുകളൊക്കെ വായിക്കുന്ന നിങ്ങളൊക്കെ ഇനിയും ഇതുപോലത്തെ സപ്പോർട്ടുകൾ നിങ്ങളുടെ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നാലേ മറ്റുള്ളവരിലേക്ക് ഇത് എത്തും. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. നമ്മളെ ചാനൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ പറ്റുന്ന ഏക സ്നേഹം എന്ന് പറയുന്ന ഈ രൂപത്തിലാണ്. അതെന്തോട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നിങ്ങളിൽ പലരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവരെയൊക്കെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉറപ്പിച്ചോ, നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു സർക്കാർ ജോലി ലഭിച്ചിരിക്കും. അതിനൊരു ചെറിയ കാരണം ഈ ഒരു ചാനലായിരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് നവംബർ മാസം 1-ാം തീയതി തൊട്ട് നമ്മൾ ഒരു പ്രത്യേക ലെവലിലേക്ക് കടക്കും. അതൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട്. എല്ലാ കാര്യങ്ങളും ആദ്യമേ പറയാത്തത് അതൊരു നല്ല പ്രവണതയാണ് എനിക്ക് തോന്നിയില്ല. കാരണം നിങ്ങൾക്ക് ഒരാഴ്ചത്തെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അതിനുശേഷം അടുത്ത ആഴ്ച അങ്ങനെ ആകുമ്പം പുതിയ ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പരീക്ഷയുടെ ഒരു 14 ദിവസം മുമ്പ് വരെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിലാണ് ഞാൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തത്. 22 ദിവസം കൊണ്ട് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ 200-ന് താഴെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ LGSൽ വന്ന സുഹൃത്തുക്കളെ പരിചയമുള്ള ആളാണ് ഞാൻ. വെറും 20 ദിവസം പഠിച്ചിട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ദിവസം ധാരാളമാണ്. അപ്പോൾ ഇന്നലെ ഒരു പരീക്ഷ നടന്നു. ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഉച്ച തൊട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എത്രയോ ആളുകളാണ് നമ്മൾ വിളിക്കുന്നത്, ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, പരിചയക്കാർ, നിങ്ങൾ പലരും യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. PSCയുടെ പാറ്റേൺ മാറി, LDC പരീക്ഷയ്ക്ക് എന്താ ചെയ്യാം? അതിൽ LGSകാർക്കും വലിയ സംശയം, പ്രയാസമൊക്കെ ഉണ്ട്. പലരും അതിനെക്കുറിച്ചൊക്കെ യൂട്യൂബ് ക്ലാസ്സൊക്കെ ചെയ്തു. ഞാൻ സാധാരണ എന്ത് വിഷയം സംസാരിക്കാനും ഒരു മടിയില്ല, എത്ര മണിക്കൂറും നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറുള്ള ആളാണ്. ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് നിങ്ങളോട് പറയാം? ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഉച്ചവരെ കുറച്ച് തിരക്കായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു, കീറി മുറിച്ച് പരിശോധിച്ചു. എനിക്ക് വലിയ പ്രയാസം തോന്നിയില്ല. നിങ്ങൾക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ഇടാം കേട്ടോ. അത് പോയിട്ടൊന്ന് കാണുക. ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഞാൻ അങ്ങനെ നോക്കാം. നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ ചാനലും ചെയ്ത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തുടക്ക സമയത്തുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 10 ചോദ്യങ്ങൾ അല്ലേ, നിങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളെ ഫസൽ അലിയൊക്കെ വന്നിട്ടുണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച, നമ്മൾ ഒരുപാട് ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തതാണല്ലോ. ഫസൽ അലി ഇല്ലാത്ത ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. മുമ്പൊക്കെ നമ്മൾ PSCയെ കളിയാക്കി വിളിക്കുമായിരുന്നു, ഫസൽ അലിയാണ് PSCയുടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത ഇരുമ്പ് വ്യവസായത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. പഴശ്ശിരാജയെക്കുറിച്ച് അത്യാവശ്യം നല്ലൊരു ചോദ്യം ചോദിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് ഹാൽഡി, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സ്വരാജ് പാർട്ടി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. CR ദാസിനെയും മോത്തിലാൽ നെഹ്റുവിനെ കുറിച്ചൊക്കെ അല്ലേ, കാണാത്തവർക്ക് അതും മിസ്സായി ഉണ്ടാവും. അതുപോലെ അഗ്നിപുത്രി, നമ്മുടെ മിസൈൽ വുമൺ എന്നറിയപ്പെട്ട C. തോമസ്, കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി, സിമ്പിൾ ചോദ്യങ്ങളുണ്ട്. ചേരിചേര പ്രസ്ഥാനം, അതും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്ലാസ്സും അതുപോലെ മറ്റൊരുപാട് ക്ലാസ്സുകൾ എടുത്ത സമയത്ത് എൻ്റെ മുഴുവൻ ക്ലാസ്സുകളും കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. ചേരിചേര പ്രസ്ഥാനം എപ്പം പറയുമ്പോൾ ഞാനിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് പറയാറുണ്ട്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വീണ്ടും വന്നു. അത് ഫസൽ അലി, ചേരിചേര, കേളപ്പൻ, ചമ്പാരൻ തുടങ്ങിയ PSCയുടെ സ്ഥിരം കുറ്റികൾ. അതിലൊരു ചോദ്യമാണ് ചേരിചേര പ്രസ്ഥാനം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ബ്യാരി ഭാഷ, ടെന്നീസ് കോട്ടും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. വടക്കേ അമേരിക്കയിലെ ചിനൂക്ക്, മഞ്ഞ് തിന്നുന്നതിന് അർത്ഥം വരുന്ന ചിനൂക്കില്ലേ, അങ്ങനെ ഒരുപാട് കാറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസിൽ LGSനകത്ത് അതില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഖാരിഫ് വിള, പരുത്തി, റാബി തെറ്റാണ്, ഖാരിഫ് വിളയാണ് പരുത്തി. ഇത്തരം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് നോക്കൂ നിങ്ങളൊരു ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ബിലായ് ഒഡീഷ, റൂർക്കേല ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഈ ഒരു കമ്പാരിസൺ കണ്ടില്ലേ നിങ്ങൾ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് നിങ്ങളോട് പഠിക്കാൻ പറയുന്നതാണ്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ കാണുന്ന സമയത്ത് ഈ ഒരു ചോദ്യം വായിച്ചിട്ട് ആൻസർ ചെയ്താൽ നമുക്ക് ചുരുങ്ങിയത് സാധാരണ എടുക്കുന്നതിനെക്കാട്ടും ഒരു 4 ഇരട്ടി സമയം പിടിക്കും. കാരണം 1, 3 എന്നിവ, 2, 3 എന്നിവ, ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ബിലായ് ഒഡീഷ, റൂർക്കേല ഛത്തീസ്ഗഡ്. അപ്പോൾ നമ്മൾ വായിച്ചിട്ട് തെറ്റും ശരിയും മനസ്സിലാക്കിയാലും നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ 1 ആണോ 3 ആണോ ഇങ്ങനെ ഒത്തു നോക്കണം. ഇങ്ങനെ ഒത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ സമയം വല്ലാണ്ട് പോകും.
ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഒരു 40% ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കണ്ടത് ഇതിലെ സമയം അപഹരിക്കുന്നൊരു വിഷയം. സാധാരണ RRB പരീക്ഷ, അതുപോലെ തന്നെ SSC പരീക്ഷകളിലോ മറ്റു നല്ല നിലവാരമുള്ള പരീക്ഷകളിലൊക്കെയുള്ള ഒരു ഇതാണ് നമ്മളെ മാനസിക ശേഷി കൂടിയും എന്താക്കും ചോദ്യപേപ്പറിനകത്ത് ഉൾപ്പെടുത്തി നമ്മളെ കൺഫ്യൂഷൻ ആക്കും. അതുപോലെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണം, നമുക്ക് കത്തണം, ഐഡിയ വരണം, നമുക്ക് തെറ്റാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് സാധാരണ തരം പരീക്ഷകൾ. PSC പരീക്ഷ അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇതുവരെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഞാനിതാ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു പൊതുജനാരോഗ്യത്തെക്കുറിച്ച്. പലരും ചോദിച്ചു സാർ അതിൻ്റെ ഇത് എക്സാം കഴിഞ്ഞ ശേഷമാണല്ല, ഇത് ഞാൻ 2 ദിവസം മുമ്പേ ചെയ്ത വീഡിയോ ആണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം നമ്മൾ പല SCRT ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടന്റുകൾ കൃത്യമായിട്ട് നിങ്ങളോട് പഠിക്കാൻ പറയുന്ന ഈ റിവിഷൻ ക്ലാസ് അല്ലാത്ത ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഈ രൂപത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മുടെ പ്രസ്താവനകൾ, ഇന്ത്യയിലെ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ട്. അതുപോലെ മൗലിക അവകാശങ്ങളായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ നമ്മുടെ ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇതിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് അത് വേഗം എഴുതാൻ പറ്റും. അവിടെ ഞാൻ ഈ പറഞ്ഞ സമയത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പരിശീലിച്ച് കഴിഞ്ഞാൽ അതും ശരിയാക്കി എടുക്കാം. ഇനി ദിവസങ്ങളുണ്ട്, പേടിക്കൊന്നും വേണ്ട. LGS എന്ന് പറയുമ്പോൾ ഒരു 7ാം ക്ലാസ് നിലവാരമുള്ള ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെ നിങ്ങൾ LDക്ക് പോലെ അത്രയ്ക്ക് ഇത് പ്രശ്നമായിട്ട് എടുക്കേണ്ട. LDC പരീക്ഷയ്ക്ക് ഞാൻ ഏകദേശം ഉറപ്പിക്കുന്നു ഈ രൂപത്തിലുള്ള പരീക്ഷയായിരിക്കും ഒരു പക്ഷേ വരിക. കാരണം ഏകദേശം ചോദ്യകർത്താക്കളൊക്കെ ക്വസ്റ്റ്യൻ ഇട്ട ആളുകൾ സെയിം ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ രൂപത്തിലുള്ള ചോദ്യമായിരിക്കുമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ എടുക്കണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ബോധോടാവേണ്ട. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചുകൊണ്ട് PSCയുടെ പുതിയ പാറ്റേണും കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളെ ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഡോസ് ഗുളിക ഞാൻ ഈ ഒരു അവസാനം ഒരു പരീക്ഷയായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. 10 ചോദ്യങ്ങൾ ഇന്ന് പഠിച്ചവർക്ക് മാത്രം അതിലൊരു 2-3 ചോദ്യത്തിന് ഒരുപക്ഷെ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള പരീക്ഷ എഴുതാൻ പ്രാപ്തനാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്ന ചോദ്യങ്ങളിൽ ഒരു 7 മാർക്ക് വരെ 8 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10 ചോദ്യങ്ങളിൽ 8 മാർക്ക് വരെ കിട്ടും. ആ രൂപത്തിൽ ഇനി അതല്ല 1 മാർക്കും കിട്ടിയില്ല, 2 മാർക്കേ കിട്ടുന്നുള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് പഠിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ റിവിഷൻ ക്ലാസ്സുകളും ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തരും. നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി. ഇനിയും ദിവസങ്ങളുണ്ട്. ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. പലർക്കും ഇതൊക്കെ അരോസരമാണ് കേൾക്കുന്നത്. എന്തായാലും എനിക്ക് എൻ്റെ ഒരു ടീമായിട്ട് ഞാൻ പറഞ്ഞല്ലോ 10-20 ആൾ തുടങ്ങിയത്, ഇപ്പോൾ ഒരു 500 പേര് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ ആളുകൾ നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളിൽ പലരും ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ, അതെനിക്ക് ഉറപ്പാണ്. കേരളത്തിൽ ഓരോ ജില്ലയിലും 100-നുള്ളിൽ ഇത്ര ആളുകൾ സ്ട്രൈക്കറിൻ്റെ ടീമിലെ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഞാനിവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല. മറ്റ് പെയ്ഡ് ആപ്പുകളോ മറ്റു കാര്യങ്ങളിലേക്കോ നമ്മുടെ ചാനലിലേക്കോ ഒന്നും പോവില്ല. ഈ ഒരു യൂട്യൂബ് ചാനൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിരന്തരമായിട്ട് എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പേടിക്കുകയേ വേണ്ട. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. നവംബർ 1 തൊട്ട് പല അധ്യാപകരുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പോഴും പല കുട്ടികളെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളൊന്നും ഞാൻ ആശ്രയിക്കാത്തതുകൊണ്ടാണ് കൃത്യമായിട്ട് എല്ലാ കാര്യവും നിങ്ങളിലേക്ക് ലഭിക്കാതെ പരീക്ഷ അടക്കം. അത് ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ സ്വന്തം എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചോളുക. ഞാൻ ഈ എപ്പോഴും പറയുന്ന 4-5 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചോളുക. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയും. ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊരു അപഗ്രഥനം അല്ലെങ്കിൽ ഓരോരോ ചോദ്യം വായിച്ചുകൊണ്ട് അതിൻ്റെ 4 ഓപ്ഷൻ വെച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ട് കീറി മുറിക്കുന്ന ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ആശങ്കകളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഒരുപാട് സമയം ഞാൻ എടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. വരുന്ന ദിവസങ്ങളിൽ എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കും. ഇതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വരിക ഇനി. അപ്പോൾ എന്തായാലും നമുക്ക് പരീക്ഷയിൽ കിടക്കാം. നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുക, മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം. ശരി.